വേദി വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ, പ്രിയ ജോഷികൾ, പാർട്ട്ണർ, എന്നെ ശ്രമിക്കുന്ന എല്ലാ മാർഗദീപങ്ങളും നമുക്ക് ബലവന്തരായ വ്യക്തികളെ അറിയിക്കുന്നു. ഞാൻ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടാണ് ഇവിടെ അറിയിക്കുന്നത്. ഇന്നേക്കൊരു 13-14 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഒരു ദേവദാസിന്റെ മകളെ ജനിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സാമ്പത്തികമായ ഒട്ടും പഠിക്കാനോ അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനോ അങ്ങനെ വലിയ ഇതൊന്നുമില്ലാതിരുന്നാണ് ഞാൻ ആയിരുന്നത്. ആ ഇടയ്ക്ക് ഒരു ദേവദാസൻ വഴി മാർഗദീപത്തെ പറ്റി പരിചയപ്പെടുവാനും കഴിഞ്ഞ നാൾ ഇന്ന് വരെ അതിൻ്റെ അന്വേഷണം കണ്ടാൻ സഹായിച്ചു. ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് മാർഗദീപത്തിന്റെ സപ്പോർട്ട് എനിക്ക് ലഭിച്ചു തുടങ്ങുന്നത്. അന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമുണ്ട്. അവിടെ വെച്ച് എപ്പോഴും കേൾക്കാൻ മറന്നുപോയ കുറേ ശബ്ദങ്ങളുണ്ടായിരുന്നു. കേൾവിത്തിന് നഷ്ടപ്പെട്ടു പോയി. ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊന്നും ടെക്നിക്കലി ഒത്തിരി അറിവുണ്ടായിരുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്നൊരു ഹിയറിംഗ് എയ്ഡിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ചെവിയുടെ അളവൊക്കെ എടുത്ത് എൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിരുന്നപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ സംഭവം. പക്ഷെ ഞാൻ കേൾക്കാൻ മറന്നുപോയ ശബ്ദം എന്നെ എന്നോട് കേൾപ്പിക്കാൻ അത് മാർഗദീപത്തിന്റെ വലിയൊരു സപ്പോർട്ടറെ സഹായിച്ചു. അന്ന് വളരെ വലിയൊരു തുക എടുത്ത് എനിക്കൊരു ഹിയറിംഗ് എയ്ഡ് എന്താന്ന് പോലും അറിയില്ലാത്തൊരു ആളായിരുന്നു ഞാൻ. ഹിയറിംഗ് എയ്ഡ് വാങ്ങിത്തരാൻ മാർഗദീപത്തിന്റെ കർത്താവ് സഹായിച്ചു. അന്ന് നിന്ന് വരെ ഞാൻ ഓരോ നിമിഷവും ചെവിയുടെ കേൾവി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കർത്താവ് ഒരുക്കി തന്നതിന് എങ്ങനെ എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഒത്തിരി എന്നെപ്പോലെ പേഷ്യൻസുണ്ട്. ഞാൻ ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടറിന്റെ എല്ലാ പേഷ്യൻസും ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് ജോലിക്ക് തന്നെ സാധ്യതയൊന്നും ലഭിക്കില്ല, അങ്ങനെ പഠിക്കാനൊന്നും. കാരണം വേറൊന്നും കൊണ്ടല്ല, ചെവിയുടെ കേൾവി കാലക്രമേണ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവർക്ക് സംസാരത്തിനും കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. സംസാരശേഷി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർത്താവിന്റെ കൃപയാൽ എനിക്കെന്ന് അങ്ങനെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. വളരെ സ്ഫുടതയോടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കർത്താവിന്റെ കൃപ എന്നുകൊണ്ട് മാത്രമാണ്. കൂടാതെ മാർഗദീപത്തിന്റെ ആ ഒരു സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ്. വേറെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി പഠിച്ചിറങ്ങിയ സമയത്ത് തുടർന്ന് എന്ത് പഠിക്കണോ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ MBA പഠിക്കാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ MBA പഠിക്കുന്ന സമയത്ത് ഒട്ടും വിചാരിച്ചെന്നില്ല. കാരണം വലിയൊരു കോളേജിൽ ഇത്ര വലിയ രൂപ മുടക്കി പഠിക്കാൻ ഒട്ടും അർഹതയില്ല. കാരണം നമ്മൾ ഒരു പാസ്റ്റർ മോളായിട്ട് ജനിച്ചുകൊണ്ട് അത്രയ്ക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥിരമായ ഒരു വരുമാനമൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ MBA പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എടുത്ത സബ്ജക്റ്റ് MBA ആയിട്ട് ഒരു ബന്ധമില്ല. ഒരു അങ്കിൾ സജസ്റ്റ് ചെയ്താണ് ഞാൻ MBA എടുത്തത്. MBA പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ കൊണ്ടിട്ട് കഴിയില്ലായിരിക്കുമെന്ന്. കാരണം അത്രയ്ക്ക് സ്ട്രഗിളായിരുന്നു പഠിക്കാൻ. പക്ഷേ കർത്താവിന്റെ കൃപയാലും മാർഗദീപത്തിന്റെ മന്ദിരമായിട്ടുള്ള വലിയൊരു സപ്പോർട്ടായിട്ടും ഇത്രത്തോളം MBA പാസ്സാവാനും കർത്താവ് സഹായിച്ചു. പഠിച്ചിറങ്ങി ഒത്തിരി ജോബ് ഓഫർ വന്നു വെച്ചാൽ ലാസ്റ്റ് സമയമാകുമ്പോൾ അവർ ഹിയറിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞൊരു കാരണത്താൽ ഒത്തിരി ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല മൾട്ടിനാഷണൽ കമ്പനികളും ജോബ് ഓഫർ വന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒത്തിരി സങ്കടത്തോടെയൊക്കെ ആയിരുന്നു. എന്നാലും എന്നെ ബലപ്പെടുത്തിയത് കർത്താവിന്റെ ദൈവം എന്നാണ് മാത്രമേ. വേറൊന്നുമല്ല. നമുക്ക് മാം പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഓരോ വ്യക്തിക്കും ഓരോ കഴിവായിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലത്തെ കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് കുറവുകളുണ്ട്, ബലഹീനതയുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമാണ്. അതിൽ ഇഷ്ടം പോലെ ചലഞ്ചസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്താണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. എനിക്ക് തന്ന കഴിവ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എത്രത്തോളം നല്ല രീതിയിൽ MBA ക്വാളിഫിക്കേഷൻ BBA ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോലും അത്രയ്ക്ക് ടഫായി ഒത്തിരി പേര് തോറ്റുപോയ സമയത്തും ഒരു സപ്ലിയോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റാൻ സഹായിച്ചു. ഇതുപോലെ മാർഗദീപത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ ഞാനിന്ന് ഇത്ര എത്തില്ലായിരുന്നു. അതിനെങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി വെയിറ്റ് ചെയ്തെങ്കിലും ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായി എനിക്കൊരു കുറ്റമോ കുറവോ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ഒരു ജോലിയാണ് കർത്താവ് 2 ആഴ്ച മുമ്പ് എനിക്ക് തന്നത്. അത് കയറുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഈ ജോലിക്ക് കേപ്പബിൾ ആവുമോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ. എന്നാൽ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന
ഒരു ടീമിനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, ഒരു നല്ലൊരു കമ്പനിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന യൂണിസെഫിൻ്റെ ഇന്ത്യൻ ചാപ്റ്ററിലെ വോളണ്ടിയർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ എന്നും മാർഗദീപിൻ്റെ സപ്പോർട്ട് ലഭിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു കാരണവശാലും മാർഗദീപിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവൻ കർത്താവ് അനുവദിക്കരുതെന്ന്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ അനുഭവിച്ച ആ ഒരു ആത്മസംതൃപ്തി, ആ ഒരു നന്മ, ആ ഒരു അനുഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളും അനുഭവിക്കണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കൊണ്ടാവുന്നത് പോലെ ഈ നാളുകളിൽ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ ജോലിക്ക് എടുത്ത് തിരിച്ചത്. പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും കർത്താവ് എത്രത്തോളം എന്നെ ബലപ്പെടുത്തി, എത്രത്തോളം കർത്താവ് സഹായിച്ചു. അതിന് മാർഗദീപത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും എനിക്ക് അതിനെ പറയാനുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതേ താങ്ങി നിർത്താൻ പറ്റുന്ന നമ്മൾ കഴിവുകളുള്ളത് മാത്രം. ഓരോ വ്യക്തി ഓരോ കഴിവുകളോട്ടാണ് ജനിക്കുന്നത്. ആ കഴിവ് എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. കാരണം നമുക്കൊരു കഴിവില്ല, നമുക്ക് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒതുങ്ങി പോകുന്നേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്ന പോലെ നമ്മളൊരു പകർത്ത് ബുക്കല്ല, ഒരു കോപ്പി ക്യാറ്റല്ല. നമുക്ക് കഴിവില്ല, അയ്യോ ആ കുഞ്ഞിൻ്റെ അത്രയും പോലും എനിക്ക് പഠിക്കാൻ കഴിവില്ല, അവരുടെ അത്ര എനിക്ക് പാടാൻ കഴിവില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ കഴിവ് എങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നു, അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് നമ്മൾ യുണീക്കാവുന്നത്. ഓരോ വ്യക്തിയും യുണീക്കാവുന്നത് അവരിലൂടെയാണ്. അപ്പം അങ്ങനെ ഒരു ജീവിതം എല്ലാവർക്കും എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ കഴിവുകൾ വിനിയോഗിച്ച് അവർക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ നല്ല ലക്ഷ്യബോധമുള്ളവരായി തീരുക. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്രയും എന്നെ സഹായിച്ച, എത്രത്തോളം ബലപ്പെടുത്തിയ, എത്രത്തോളം എന്നെ മനസ്സിന് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല, പറയാനൊന്നും കിട്ടുന്നില്ല, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മാർഗദീപത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മാർഗദീപത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ, സപ്പോർട്ടേഴ്സിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ അവരുടെ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയെ താങ്ങിയിരുന്നു.